ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഹോണറ്റ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞ വർക്ക് എന്ന് പറയുമ്പോൾ റിയർ ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ ഡിസ്ക് ബ്രേക്ക് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ എയർ കുറയണ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ടയർ പ്രഷർ കുറഞ്ഞ പോകണ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, അത് ചെക്ക് ചെയ്യണം. ചെയിൻ സൗണ്ട് മോർണിംഗിൽ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ ഓഫായി പോകണം. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ഇത്രയും കേസാണ് പറഞ്ഞാണ് കേട്ടോ. അപ്പം നിലവിൽ നമ്മൾ വണ്ടി ചെയ്യണത് 51,337 കിലോമീറ്ററിലാണ് സർവീസിന് കയറ്റിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസമോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കണ്ടില്ല. പക്ഷേ ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഓടിച്ച് നോക്കുമ്പോഴും ചെയിൻ സ്പോക്കറ്റിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. അത് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് വേറെ നമുക്കൊന്നും ചെയ്യലടക്കില്ല, ചെയിൻ സെറ്റപ്പാടി മാറ്റാനാണ് പറ്റുള്ളൂ. ചെയിനും സ്പോക്കറ്റ് അടക്കം മാറ്റിയാലാണ് ആ സൗണ്ടിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. നമ്മൾ ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ്സ് പറഞ്ഞതുകൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കും ബ്രേക്കിലെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കാലിപ്പർ അസംബ്ലി ചെറിയൊരു ടൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും ടയറിൻ്റെ ലീക്കേജ് നമ്മൾ ചെക്ക് ചെയ്തു. പ്രത്യക്ഷത്തിൽ വേറെ ലീക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ട്യൂബിൻ്റെ നമ്മുടെ അതിൻ്റെ വാൽവ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് അഴിച്ച് റീസെറ്റ് ചെയ്ത് എയർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല നിലവിൽ കേട്ടോ. പിന്നെ ചെയിൻ സ്പോക്കറ്റ് പറഞ്ഞ രീതിക്ക് നമ്മൾ മാറ്റിയിടണം. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്, പുതിയ ഫിൽറ്ററാണ് കിടക്കണത്. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ആ വണ്ടി റണ്ണിങ്ങിൽ സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇവിടെ നമുക്ക് ഈ വാക്യൂം പൈപ്പ് ഇവിടെ പൊട്ടിയിരിക്കുകയാണ്, ആ പൈപ്പ് മാറ്റിയിടാം. അതല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ വലിക്കുമ്പോഴാണ് വണ്ടി ഓഫായി പോകുന്നതിൻ്റെ മെയിൻ റീസൺ. പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ജസ്റ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ നിലവിൽ നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അഴിക്കാതിരിക്കണം നല്ലത്. കാരണം ഞാൻ ഇപ്പോഴത്തെ ഒരു പെട്രോൾ എന്ന് പറയുമ്പോൾ E20 പെട്രോളാണ്. അത് കാർബറേറ്ററൊക്കെ ദ്രവിക്കുന്ന ഒരു പ്രോബ്ലംസ് കാണിക്കാറുണ്ട് സാധാരണ രീതിയിൽ. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതായ രീതിയിൽ തന്നെ പോട്ടെ. എന്തെങ്കിലും മേജറായിട്ടൊരു കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചിട്ട് അത് അഴിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് നിലവിൽ ഇപ്പോൾ ഓടിക്കുമ്പോൾ കാണുന്നില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കോൺസെപ്റ്റൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്, അത് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വിടുന്നുണ്ട്. വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. ബാറ്ററി നമുക്ക് ആംറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് നടത്തി നോക്കി 9.40. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്തും വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യേണ്ടത് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ കൂട്ടത്തിയുടെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ചെയിൻ സ്പോക്കറ്റ് നമ്മൾ മാറ്റി വിടണം. പിന്നെ ഇവിടുത്തെ ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, ആ പൈപ്പ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ഇതൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം, ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളാം. വൈകിട്ടത്തേക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം.